അവൻ്റെ നോട്ടത്തിൻ്റെ അർത്ഥം മനസ്സിലാക്കിയതുപോലെ യാദവ് അവനോട് പറഞ്ഞു. അവൾ കാളിയാർ മഠത്തിലേക്ക് വരാനുള്ള സമയമായിട്ടില്ല. യാദവിൻ്റെ ശബ്ദം കേട്ടതും വേഗം അവൻ്റെ കണ്ണുകൾ ശ്രദ്ധ മാറ്റി സേവ്യർ തൻ്റെ കാറ് മുന്നോട്ടെടുത്തിരുന്നു. ആ വീടിൻ്റെ ഗേറ്റ് കടന്ന് മുൻപോട്ട് പോകുമ്പോഴും രണ്ടുപേരുടെയും ശ്രദ്ധ വീട്ടിൽ തന്നെയായിരുന്നു. സേവ്യറിൻ്റെ ഉള്ളിൽ ആമിയെ ഓർക്കുമ്പോൾ ഒരു സഹോദരിയോടെന്ന പോലെ വാത്സല്യവും സ്നേഹവും തുളുമ്പി. അവൾ തനിച്ചാണല്ലോ എന്നോർക്കെ അവനിൽ എന്തിനോ ഒരു അസ്വസ്ഥത തോന്നി. വിഷ്ണുവും ശകുന്തള ടീച്ചറും തലേ ദിവസം രാത്രി ഒരു പോള കണ്ണടച്ചിട്ടില്ല. ആമി തന്നെയായിരുന്നു അതിനുള്ള കാരണവും. അച്ഛനും അമ്മയും നഷ്ടപ്പെട്ട ഒരു പെൺകുട്ടി തനിച്ചൊരു വീട്ടിൽ തങ്ങുക എന്ന് പറഞ്ഞ, അതും ഇന്നത്തെ കാലത്ത്. ഒരു വേള അവളുടെ വാശിക അവിടെ തന്നെ നിർത്തിയിട്ട് വന്നത് മണ്ടത്തരമായോ എന്ന് പോലും അവർ ചിന്തിച്ചു. അവരെക്കാൾ ആമിയുടെ കാര്യത്തിൽ വേവലാതി വിഷ്ണുവിനായിരുന്നു. 1-2 പ്രാവശ്യം ശകുന്തള ടീച്ചറെ കൂട്ടി ആമിയുടെ വീട്ടിലേക്ക് പോകാൻ വിഷ്ണു തുനിഞ്ഞെങ്കിലും ഈ അസമയത്ത് അങ്ങോട്ട് കയറി ചെല്ലുന്നത് മോശമാണ് എന്ന് പറഞ്ഞ് ടീച്ചർ അവനെ വിലക്കി. അന്നത്തെ രാത്രി അവർക്ക് അസ്വസ്ഥത നിറഞ്ഞതായിരുന്നു. ആമിയെക്കുറിച്ച് ആലോചിക്കുമ്പോൾ വിഷ്ണുവിൻ്റെ മനസ്സാകെ അസ്വസ്ഥമായിരുന്നു. ആമിയെ തനിച്ചാക്കിയതോർത്ത് അവന് സ്വയം ദേഷ്യം തോന്നി. വിഷ്ണുവിൻ്റെ പ്രവൃത്തിയും അവൻ്റെ അസ്വസ്ഥതയും കാണി അവൻ്റെ മനസ്സിൽ ആമിയുടെ സ്ഥാനം എത്രത്തോളമാണെന്ന് ശകുന്തള ടീച്ചർ തിരിച്ചറിയുകയായിരുന്നു. വിഷ്ണുവിൻ്റെ മനസ്സ് നിറയെ ആമിയോട് പ്രണയമാണെന്ന് അവർക്കറിയാമായിരുന്നു. അതുകൊണ്ട് തന്നെ ഇനിയും ആ വീട്ടിൽ അവളെ തനിച്ചു നിർത്തുന്നതിന് പകരം തൻ്റെ മകൻ്റെ ജീവിതത്തിലേക്ക് കൈപിടിച്ചു കയറ്റാൻ അന്ന് രാത്രി തന്നെ അവർ തീരുമാനമെടുത്തു. അത് വിഷ്ണുവിനോട് സംസാരിക്കുന്നതിന് മുൻപ് ആമിയുടെ സമ്മതം വാങ്ങുന്നതാണ് നല്ലത് എന്ന് അവർക്ക് തോന്നി. അതുകൊണ്ടാണ് കാലത്ത് തന്നെ വിഷ്ണുവിനെ കൂട്ടി ടീച്ചർ ആമിയുടെ വീട്ടിലേക്ക് തിരിച്ചത്. ആമിയുടെ വീട്ടിലേക്കുള്ള ചെറിയ വളവ് തിരിയുമ്പോഴാണ് ഒരു കറുത്ത നിറത്തിലുള്ള BMW കാർ അവരെ ക്രോസ് ചെയ്തത്. ഇതുപോലെ ഒരു ഗ്രാമപ്രദേശത്ത് ഇത്രയും വില കൂടിയ വാഹനം ഉപയോഗിക്കുന്നത് അപൂർവമാണ്. അതുകൊണ്ട് തന്നെ സംശയത്തോടെയാണ് അവർ ആ വാഹനത്തെ നോക്കി നിന്നത്. പിന്നെ അത് കാര്യമാക്കാതെ നേരെ ആമിയുടെ വീട്ടിലേക്ക് പോയി. മുറ്റത്ത് ബൈക്ക് നിർത്തിയ ഉടനെ ശകുന്തള ടീച്ചർ ബൈക്കിൽ നിന്ന് മുറ്റത്തേക്ക് ഇറങ്ങി. നേരെ കയറി കതകിൽ മുട്ടാൻ കൈ ഉയർത്തി. എന്നാൽ കതകിൽ മുട്ടുന്നതിന് മുൻപ് ആ കതക് തുറന്നു വന്നിരുന്നു. തങ്ങൾ ഇന്നലെ യാത്ര പറഞ്ഞിറങ്ങിയ ഉടനെ ആമി തങ്ങളോടൊപ്പം വന്ന് ഡോർ അകത്തുനിന്ന് ക്ലോസ് ചെയ്ത് ലോക്ക് ചെയ്തതാണ്. അതിനുശേഷമാണ് വിഷ്ണു ബൈക്ക് സ്റ്റാർട്ട് ചെയ്തത് പോലും. ഇനി ആമി രാവിലെ ഉണർന്ന് കതക് തുറന്നിട്ടതായിരിക്കുമോ? ഒരു വേള അവർ ചിന്തിക്കാതിരുന്നില്ല. ഉടനെ അകത്തേക്ക് കയറി ടെൻഷനോടെ ശകുന്തള ടീച്ചർ ലോക്കിനടുത്ത് നോക്കിയതും പൊട്ടിക്കിടക്കുന്ന ലോക്ക് അവരുടെ ശ്രദ്ധയിൽപ്പെട്ടു. ആരോ ലോക്ക് പൊളിച്ചകത്തു കടക്കാൻ ശ്രമിച്ചതാണെന്ന് മനസ്സിലായതും അവർ ഭയത്തോടെ നെഞ്ചിൽ കൈവച്ചിരുന്നു. ഭഗവതി, ആമി എന്ന് പറഞ്ഞ് നെഞ്ചിൽ കൈവച്ച് പറയുന്നതിനോടൊപ്പം ശകുന്തള ടീച്ചർ ആ വീടിൻ്റെ താഴത്തെ നിലയെല്ലാം അവളെ തിരഞ്ഞിരുന്നു. അപ്പോഴേക്കും വിഷ്ണുവും ടീച്ചറുടെ അടുത്തെത്തി. താഴെ എവിടെയും ആമിയെ കാണാതായതും അവൻ ടെൻഷനോടെ മുകളിലത്തെ നിലയിലേക്ക് പടിയിൽ കയറി. ആ ഓട്ടം ചെന്ന് നിന്നത് ആമിയുടെ മുറിയുടെ മുൻപിലായിരുന്നു. കതക് തുറന്നകത്ത് കയറിയ മുറി മുഴുവൻ അവളെ തിരയുമ്പോൾ എവിടെയും അവളെ കാണാതായതും അവൻ്റെ മുഖത്ത് ടെൻഷൻ നിറഞ്ഞു. എന്നാൽ അപ്പോഴാണ് ബാത്റൂമിൽ നിന്ന് വെള്ളം വീഴുന്ന ശബ്ദം അവൻ്റെ ചെവിയിലേക്ക് പതിയുന്നത്. ആമി. ബാത്റൂമിലേക്ക് നോക്കി അവൻ ആമിയെ വിളിച്ചെങ്കിലും മറുപടിയൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോഴേക്കും ശകുന്തള ടീച്ചറും എത്തിയിരുന്നു. എന്നാൽ 2 പേരും മാറി മാറി വിളിച്ചിട്ടും ആമി കതക് തുറക്കുന്നുണ്ടായിരുന്നില്ല. അതോടെ ടീച്ചർക്കും വിഷ്ണുവിനും ടെൻഷൻ കൂടി. പിന്നെ ഒന്നും ചിന്തിക്കാതെ വിഷ്ണു ബാത്റൂമിൻ്റെ ഡോറിന് ആഞ്ഞൊരു ചവിട്ടായിരുന്നു. ഒരു ശബ്ദത്തോടെ ബാത്റൂമിൻ്റെ കതക് തുറന്നു വന്നതും മുൻപിൽ കാണുന്ന കാഴ്ചയിൽ വിഷ്ണുവും ടീച്ചറും ആകെ വിറങ്ങലിച്ചു നിന്നു. നിലത്ത് ബോധം കെട്ട് കിടക്കുന്ന ആമി അവളുടെ വലത് കൈയിലെ രക്തം നിർത്താതെ ഒഴുകുന്നുണ്ട്. ആമി. ഒരലർച്ചയോടെ വിഷ്ണു അവളുടെ അടുത്തേക്ക് പോയതും അവന് പുറകെ അകത്തേക്ക് കയറിയ ശകുന്തള ടീച്ചർ തൻ്റെ കയ്യിലുള്ള കർച്ചീഫ് കൊണ്ട് അവളുടെ കയ്യിലുള്ള മുറിവിനെ പൊതിഞ്ഞു കെട്ടിയിരുന്നു. തിടുക്കത്തോടെ വിഷ്ണു അവളെ വാരിയെടുത്ത് ഹോസ്പിറ്റലിലേക്ക് പോയതും അവന് പുറകെ ശകുന്തള ടീച്ചറും പാഞ്ഞിരുന്നു. എന്നാൽ അപ്പോഴും അവളുടെ കയ്യിൽ നിന്ന് രക്തത്തുള്ളികൾ നിലം പതിച്ചുകൊണ്ടിരുന്നു. രക്തം നല്ല രീതിയിൽ ഇതിനോടകം നഷ്ടപ്പെട്ടിരുന്നു. വിഷ്ണുവിൻ്റെ സുഹൃത്ത് സണ്ണിയുടെ കാറിലാണ് വിഷ്ണു ആമിയെ ഹോസ്പിറ്റലിൽ എത്തിച്ചത്. ഗ്രാമപ്രദേശമായതുകൊണ്ട് തന്നെ നല്ലൊരു ഹോസ്പിറ്റലിലേക്ക് അവിടെ നിന്ന് 20 മിനിറ്റ് ദൂരമുണ്ട്. എന്നിട്ട് സണ്ണി സ്പീഡ് ഡ്രൈവ് ചെയ്തതുകൊണ്ട് 15 മിനിറ്റിൽ അവർ ഹോസ്പിറ്റലിലെത്തിയിരുന്നു. ഹോസ്പിറ്റലിലെത്തിയ ഉടനെ ആമിയെ ഐസിയുവിലേക്കാണ് കയറ്റിയത്. അപ്പോഴേക്കും തളർച്ചയോടെ വിഷ്ണുവും അമ്മയും ഐസിയുവിന് മുൻപിലുള്ള ചെയറിലേക്കിരുന്നു.
അവരുടെ രണ്ടുപേരുടെയും കണ്ണുകൾ സങ്കടത്തോടെയും ടെൻഷനോടെയും ഐസുവിനടുത്തേക്ക് സഞ്ചരിച്ചുകൊണ്ടിരുന്നു. വലിയ ശബ്ദത്തോടെ യാദവിൻ്റെ കാറ് കാളിയാർ മഠത്തിന് മുൻപിൽ വന്നു നിന്നു. അതിൽ നിന്ന് അവൻ ഇറങ്ങി അകത്തേക്ക് പോയതും സേവ്യർ നേരെ കാറിൻ്റെ കീയുമെടുത്ത് തൻ്റെ മുറിയിലേക്ക് പോയി. യദു. യാദവ് വീടിനകത്തേക്ക് കയറിയതും ജിതേന്ദ്രൻ്റെ ശബ്ദം അവിടെ മുഴങ്ങിയിരുന്നു. അതോടെ അടുക്കളയിലുണ്ടായിരുന്ന സ്ത്രീകളും ഓഫീസ് അവധിയിൽ വീട്ടിൽ റെസ്റ്റ് എടുക്കുന്ന പുരുഷന്മാരും കാളിയാർ മഠത്തിൻ്റെ ഹാളിൽ നിരന്നു നിന്നു. എല്ലാവരും അത്ഭുതത്തോടെയും ഭയത്തോടെയും രണ്ടുപേരെയും മാറി മാറി നോക്കി നിൽപ്പുണ്ട്. യാദവിന് മുൻപിൽ ജിതൻ ശബ്ദമുയർത്താറില്ല. അത് അവനോടുള്ള ഭയം കൊണ്ടല്ല, അതിന് തക്കതായ കാരണങ്ങൾ അവൻ ഉണ്ടാക്കാറില്ല എന്നത് തന്നെ കാരണം. കാര്യം എന്താണെന്ന് അറിയില്ല എങ്കിലും എന്തോ കാര്യമായി നടന്നിട്ടുണ്ട് എന്ന് മാത്രം മനസ്സിലായി. ഈ സമയം യാദവിനെ തന്നെ ഗൗരവത്തോടെ നോക്കി നിൽക്കുകയാണ് ജിതൻ. അയാളുടെ മനസ്സ് നിറയെ അരുണിമയായിരുന്നു. ഇന്നലെ യാദവിനെ കാണാൻ പോയ അരുണിമയെ ഓഫീസിലുള്ള സ്റ്റാഫുകളുടെ എല്ലാം മുന്നിൽ വെച്ച് അപമാനിച്ചതും കരണത്തടിച്ചതും അറിഞ്ഞാകെ ടെൻഷൻ അടിച്ച് നിൽക്കുകയായിരുന്നു അയാൾ. എന്തൊക്കെ പറഞ്ഞാലും അവളൊരു പെൺകുട്ടിയാണ്. അവളുടെ നേർക്ക് അത്രയും പേരുടെ മുൻപിൽ വെച്ച് കൈ ഉയർത്തുക, അവളെ അപമാനിക്കുക എന്ന് പറഞ്ഞ അത് വലിയ തെറ്റാണ്. യാദവ് പറഞ്ഞതനുസരിച്ച് അവനെക്കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും ഇന്നലെ തന്നെ താൻ അരുണിമയോട് തുറന്ന് സംസാരിച്ചിരുന്നു. അവൻ്റെ അസുഖത്തിൻ്റെ കാര്യവും 2 വർഷത്തെ ഭ്രാന്താശുപത്രി വാസവും അറിഞ്ഞതിനു ശേഷവും യാദവിനെ വിവാഹം കഴിക്കാൻ തനിക്കൊരു വിയോജിപ്പുമില്ലെന്നും എന്നോ തൻ്റെ ഉള്ളിൽ കടന്നുകൂടിയ യാദവിനോട് തനിക്കടങ്ങാത്ത പ്രണയമാണെന്നും അവൾ ജിതനോട് പറഞ്ഞിരുന്നു. അത് കേൾക്കെ അയാൾക്ക് വല്ലാത്ത സന്തോഷം തോന്നി. യാദവിൻ്റെ ജീവിതത്തിലേക്ക് അവനെ മനസ്സിലാക്കി അവനെ പ്രണയിച്ചൊരു പെണ്ണ് കടന്നു വരുന്നു എന്നുള്ള വാർത്ത അയാളിൽ അത്രയ്ക്ക് സന്തോഷം നിറയ്ക്കുന്നതായിരുന്നു. യാദവ് പറഞ്ഞത് പ്രകാരം അവനെക്കുറിച്ച് സത്യം അറിയുന്ന ഒരു പെൺകുട്ടി അവനെ വിവാഹം കഴിക്കാൻ സമ്മതിച്ചാൽ അവൻ വിവാഹത്തിന് എതിര് പറയില്ലെന്ന് വാക്ക് പറഞ്ഞതാണ്. ഇനി എന്തായാലും അവന് വിവാഹത്തിന് സമ്മതിക്കാതെ വേറെ വഴിയില്ല. ആദ്യം തീരെ താല്പര്യമില്ലാതെ അവളെ വിവാഹം കഴിച്ചാലും അരുണിമയുടെ ഉള്ളിൽ അവനോടുള്ള പ്രണയം പതിയെ അവന് മാറ്റും. പതിയെ അവൻ അവളെ തിരിച്ചു പ്രണയിക്കും, അംഗീകരിക്കും, അവൻ്റെ ജീവിതത്തിൽ സന്തോഷം നിറയ്ക്കും. എന്നാൽ സന്തോഷത്തോടെ യാദവിനെ നേരിട്ട് കണ്ട് ഇഷ്ടം പറയാൻ തന്നോട് യാത്ര പറഞ്ഞു പോയതാണ് അരുണിമ. എന്നാൽ ഇന്നലത്തെ അവൻ്റെ പ്രവൃത്തി അവളെ ആകെ തളർത്തിയിരുന്നു. ഇങ്ങനെ ഒരു പ്രതികരണമായിരുന്നില്ല അവന് പ്രതീക്ഷിച്ചത്. അതോടെ ഇന്നലെ പ്രതാപൻ തന്നെ വിളിച്ച് അവർക്ക് വിവാഹത്തിന് സമ്മതമല്ലെന്നും പറഞ്ഞിരുന്നു. അത് കേൾക്കെ ജിതിന് വല്ലാത്ത വേദന തോന്നി. കാരണം സഹോദരൻ്റെ മകനാണെങ്കിലും സ്വന്തം മക്കളെക്കാൾ ഇന്നും അയാൾക്ക് പ്രിയപ്പെട്ടത് യാദവ് തന്നെയാണ്. അവനൊരു ജീവിതമുണ്ടായി കാണാൻ അത്രത്തോളം അദ്ദേഹം ആഗ്രഹിക്കുന്നുണ്ടായിരുന്നു. ഒരു കണക്കിനാണ് ആ പ്രപ്പോസൽ അവിടം വരെ എത്തിച്ചത് തന്നെ. എന്നിട്ട് പഠിക്കൽ വരെ കൊണ്ടുവന്ന് കലമുടക്കുന്ന പോലെയുള്ള പ്രവൃത്തിയായിരുന്നു യാദവിൻ്റേത്. നാളെ തങ്ങളുടെ കാലം കഴിഞ്ഞാൽ മക്കളും മരുമക്കളും പേരക്കുട്ടികളും എല്ലാമായി മറ്റുള്ളവർ സ്വയം ജീവിതം തിരഞ്ഞെടുക്കും. അതോടെ യാദവ് ഒറ്റപ്പെട്ടു പോകുമോ എന്നുള്ള ഭയമാണ് ജിതന്. അതുകൊണ്ടാണ് അവനെ വിവാഹം കഴിപ്പിക്കാൻ നോക്കുന്നത്. എന്നാൽ ഇന്നലത്തെ അവൻ്റെ പ്രവൃത്തിയെല്ലാം ഇല്ലാതാക്കി. ഇന്നലെ മുതൽ യാദവിൻ്റെയും സേവ്യറിൻ്റെയും ഫോണിലേക്ക് മാറി മാറി വിളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ജിതന്. എന്നാൽ 2 പേരും കോൾ അറ്റൻഡ് ചെയ്യുന്നുണ്ടായിരുന്നില്ല. അവസാനം യാദവിനെ അന്വേഷിച്ച് അവൻ്റെ ഓഫീസിലേക്ക് പോയപ്പോഴാണ് ആ സംഭവത്തോടു കൂടി തന്നെ അവൻ ഓഫീസിൽ നിന്ന് പുറത്തേക്ക് പോയിരുന്നു എന്നറിഞ്ഞത്. ഇന്നലെ ആ നിമിഷം മുതൽ യാദവ് തിരിച്ചു വരുന്നതും നോക്കിയിരിക്കുകയാണ് ജിതൻ. രാവിലെ വീട്ടിലേക്ക് കയറി വരുന്ന യാദവിനെയാണ് ജിതൻ്റെ ശ്രദ്ധയിൽപ്പെടുന്നത്. ദേഷ്യത്തോടെ അവനെ വിളിക്കുമ്പോൾ ജിതിനെ മൈൻഡ് പോലും ചെയ്യാത്ത പോലെ അവിടെ തന്നെ നിന്നിരുന്നു അവൻ. നീ എന്തിനാ അരുണിമയെ അടിച്ചത്? നിനക്ക് അവളെ വിവാഹം കഴിക്കാൻ താല്പര്യമില്ലെന്ന് തുറന്നു പറയുകയാണ് വേണ്ടത്, അല്ലാതെ ആ കുട്ടിയുടെ നേർക്ക് കൈ ഉയർത്തുകയല്ല ചെയ്യേണ്ടത്. ദേഷ്യത്തോടെയാണ് യാദവിന് നേരെ ജിതേന്ദ്രൻ ശബ്ദമുയർത്തുമ്പോൾ എല്ലാവരും ദേഷ്യം കൊണ്ട് വിറയ്ക്കുന്ന ജിതനെയും ഒരനക്കവുമില്ലാതെ നിൽക്കുന്ന യാദവിനെയും നോക്കി നിന്നു. അവൻ്റെ വിവാഹം നടക്കാതെ പോയതിൻ്റെ അരിശമായിരുന്നു ആ ശബ്ദത്തിൽ. അത് യാദവിനും അറിയാമായിരുന്നു. അതുകൊണ്ട് തന്നെ അവൻ മൗനം പാലിച്ചു. എന്നാൽ അവൻ്റെ മൗനം ജിതനെ കൂടുതൽ ദേഷ്യത്തിലാക്കി. യാദവിനോട് ദേഷ്യപ്പെടുന്ന ജിതനെ കണ്ടുകൊണ്ടാണ് രവിവർമ്മ അകത്തേക്ക് വരുന്നത്. ജിത, വേണ്ട, ഇനിയൊന്നും പറയണ്ട. അവനെ ഇഷ്ടമല്ലാത്ത വിവാഹത്തിന് നമ്മൾ അവനെ നിർബന്ധിപ്പിക്കുന്നത് ശരിയല്ല. ഒന്നിച്ച് ജീവിക്കേണ്ടവരാണ് ഈ വിഷയത്തിൽ തീരുമാനമെടുക്കേണ്ടത്. നമുക്ക് അഭിപ്രായ സ്വാതന്ത്ര്യം മാത്രമേ ഉള്ളൂ. ആരെയും ഒന്നിനും നിർബന്ധിക്കാൻ കഴിയില്ല. ജിതേന്ദ്രനെ നോക്കി രവിവർമ്മ സമാധാനത്തോടെ പറഞ്ഞതും അയാൾ ദേഷ്യം കൊണ്ട് വിറക്കുകയായിരുന്നു.
അച്ഛൻ അങ്ങനെയൊക്കെ പറയാം. നാളെ ഇവൻ്റെ സഹോദരന്മാരും പാച്ചുവും അവരുടെ ജീവിതം തിരഞ്ഞെടുക്കും. അവർക്ക് ഭാര്യയും കുഞ്ഞുങ്ങളുമായി സ്വന്തം കുടുംബം ഉണ്ടാകും. അപ്പോഴും ഇവന് ബിസിനസ് എന്ന് പറഞ്ഞ് ഇതുപോലെ തല്ലാനും കൊല്ലാനും നടന്നാൽ മതിയോ? ഇവനും വേണ്ട ഒരു ജീവിതം. എല്ലാവരും ഭാര്യയും കുഞ്ഞുമായി തങ്ങളുടെ ജീവിതം ആസ്വദിക്കുമ്പോൾ ഇവൻ മാത്രം ഒറ്റപ്പെട്ട് ജീവിക്കാൻ ഞാൻ സമ്മതിക്കില്ല. ഇവൻ്റെ ജീവിതം ഇങ്ങനെ ഒറ്റയാനെ പോലെ തനിച്ചു കഴിയാൻ ഞാൻ അനുവദിക്കില്ല. അതിന് ഞാൻ അനുവദിച്ച എൻ്റെ ഏട്ടൻ്റെ ആത്മാവ് എന്നോട് ക്ഷമിക്കില്ല. ദേഷ്യത്തോടെ യാദവിനോട് അലറുമ്പോഴും തൻ്റെ ചേട്ടൻ്റെ ഓർമ്മയിൽ തൊണ്ടയിടറുന്നുണ്ടായിരുന്നു അയാള്. ആ സങ്കടം തൊണ്ടക്കുഴിയിൽ തങ്ങി നിൽക്കുന്നുണ്ടായിരുന്നു. എന്നാൽ ഒരു നിമിഷം ജിതേന്ദ്രൻ്റെ വാക്കുകളിൽ ആ കുടുംബം മുഴുവൻ കുടുങ്ങി നിന്നു. ജിതേന്ദ്രന് തൻ്റെ ചേട്ടൻ്റെ മകനോടുള്ള കരുതലും സ്നേഹവും ഓർക്കെ രവിവർമ്മയുടെ കണ്ണുകൾ നിറഞ്ഞു വന്നു. എന്നാൽ അവർക്ക് യാദവ് എന്തെങ്കിലും മറുപടി കൊടുക്കുന്നതിന് മുൻപ് സേവ്യർ ടെൻഷനോടെ ആ വീടിൻ്റെ പടി കടന്ന് അകത്തേക്ക് വന്നിരുന്നു. എന്നാൽ പ്രതീക്ഷിക്കാതെ ഗൗരവത്തിൽ ഹാളിന് മുൻപിൽ നിൽക്കുന്ന എല്ലാവരിലേക്കും അവൻ്റെ ശ്രദ്ധ പോയി. സാധാരണ ഇങ്ങനെ ഒരു കുടുംബയോഗം പതിവുള്ളതല്ല. അതിൽ നിന്ന് തന്നെ ഗൗരവമുള്ളത് എന്തോ ആണ് അവർ സംസാരിക്കുന്നത് എന്നവന് മനസ്സിലായി. കാളിയാർ മഠത്തിലെ ഹാളിൽ കൂടി നിൽക്കുന്ന എല്ലാ അംഗങ്ങളുടെയും മുഖത്തേക്ക് സേവ്യർ പകപ്പോടെ നോക്കി നിന്നു. അവരുടെ ഇടയിൽ സംസാരിക്കുന്നത് എന്തോ കുടുംബകാര്യമായതുകൊണ്ട് തന്നെ അവരുടെ ഇടയിലേക്ക് കയറി ചെന്ന് സംസാരിക്കാൻ അവനെന്തോ വല്ലാത്ത ജാള്യത തോന്നി. എന്നാൽ കുറച്ച് മിനിറ്റുകൾ മുൻപ് തൻ്റെ ഫോണിലേക്ക് വന്നെത്തിയ വാർത്ത യാദവിനെ അറിയിച്ചേ മതിയാകൂ. എന്നാൽ പെട്ടെന്നായിരുന്നു അത് സംഭവിച്ചത്. നിയമപരമായി എനിക്കൊരു ഭാര്യയുണ്ട്. അതുകൊണ്ട് മറ്റൊരു വിവാഹം കഴിക്കാൻ എനിക്ക് താല്പര്യമില്ല. യാദവിൻ്റെ ആ തുറന്നു പറച്ചിലിൽ കാളിയാർ മഠം മുഴുവൻ ഒന്ന് സ്തംഭിച്ചു പോയി. പലരും താൻ കേട്ടത് ശരിയാണോ, ഞാൻ കേട്ടത് തന്നെയാണോ നിങ്ങളും കേട്ടത് എന്ന പോലെ പരസ്പരം നോക്കുന്നുണ്ട്. അർജുനും ദീപുവും യാദവിൻ്റെ ഈ വെളിപ്പെടുത്തലിൽ വാ തുറന്നിരിക്കുവാണ്. എന്നാൽ ചെറിയമ്മമാരും ചെറിയച്ഛനും ആകെ ഞെട്ടി നിൽക്കുവാണ്. മറ്റാരും ഇങ്ങനെ ചെയ്താലും യാദവിൽ നിന്ന് ഇങ്ങനെ ഒരു പ്രവൃത്തി അവർക്ക് ആർക്കും അംഗീകരിക്കാൻ കഴിയുന്നതായിരുന്നില്ല. സ്വന്തം ഇഷ്ടത്തിന് അവൻ വിവാഹം കഴിച്ചിരിക്കുന്നു, അതും ആരെയും അറിയിക്കാതെ. അവൻ്റെ ഇഷ്ടത്തിന് ആരും എതിര് നിൽക്കില്ലെന്ന് നന്നായി അറിയാമായിരുന്നിട്ടും ഈ കഴിഞ്ഞ 2 മാസം അത് മറച്ചുവെച്ചു. അതിനേക്കാൾ കഴിഞ്ഞ ദിവസം അരുണിമയെക്കുറിച്ച് സംസാരിച്ചപ്പോൾ പോലും യാദവ് മൗനം പാലിച്ചു. അതോർക്കെ ജിതനും രവിവർമ്മയും ദേഷ്യം കൊണ്ട് വിറച്ചു. യദു, നീ പറയുന്നത് സത്യമാണോ? അതോ വിവാഹത്തിൽ നിന്ന് രക്ഷപ്പെടാൻ നീ കെട്ടിച്ചമച്ച കള്ളമാണോ? കേട്ടത് വിശ്വസിക്കാൻ കഴിയാതെ അതിലുപരി നിറയുന്ന ദേഷ്യത്തോടെ രവിവർമ്മ യാദവിനെ നോക്കി ഗൗരവത്തിൽ ചോദിച്ചു. എന്നാൽ രവിവർമ്മയെ നോക്കി പതറാതെ ആ കണ്ണിൽ നോക്കി തന്നെ അവൻ മറുപടി കൊടുത്തിരുന്നു. ഞാൻ പറഞ്ഞത് സത്യമാണ്. കാളിയാർ മഠത്തിൽ യാദവ് അഗ്നയുടെ വിവാഹം കഴിഞ്ഞിട്ടിപ്പോൾ 2 മാസം കഴിഞ്ഞു. അവരെ നോക്കി അതേ ഗൗരവത്തിൽ പറഞ്ഞതിനു ശേഷം യാദവ് ഒന്ന് തിരിഞ്ഞതും കാണുന്നത് കട്ടിലപ്പടിയിൽ ടെൻഷനോടെ നിൽക്കുന്ന സേവ്യറിനെയാണ്. സേവ്യറിൻ്റെ മുഖത്തെ ടെൻഷൻ കണ്ടതും യാദവ് അവനെ സംശയത്തോടെ ഒന്ന് നോക്കി. പിന്നെ വേഗം തൻ്റെ പോക്കറ്റിൽ നിന്ന് ഫോൺ എടുത്തു. അതിൽ കുറച്ചു മുൻപ് വന്ന മെസ്സേജ് കണ്ടതും യാദവിൻ്റെ മുഖമാകെ ചുവന്ന് വലിഞ്ഞു മുറുകി. ദേഷ്യം കൊണ്ട് അവൻ വിറയ്ക്കുകയായിരുന്നു. ഫോൺ പോക്കറ്റിലേക്ക് തിരിച്ചു വെച്ചതിന് ശേഷം അവൻ ഗൗരവത്തോടെ സേവ്യറിനെ നോക്കി. അതിൻ്റെ അർത്ഥം മനസ്സിലായതുപോലെ അവൻ തല കാണിച്ചുകൊണ്ട് കാറിനടുത്തേക്ക് നടന്നതും തൻ്റെ വസ്ത്രം പോലും മാറാതെ യാദവും അവൻ്റെ പുറകെ നടന്നു. എന്നാൽ അതുവരെ അവൻ്റെ വാക്കുകൾ നൽകിയ ആഘാതത്തിൽ നിന്ന് ജിതൻ തങ്ങളെ മൈൻഡ് പോലും ചെയ്യാതെ പുറത്തേക്ക് പോകുന്ന യാദവിനെ നോക്കി ദേഷ്യത്തിൽ വിളിച്ചു, യദു. ദേഷ്യത്തോടെയുള്ള ജിതൻ്റെ വിളി കേട്ടതും യാദവ് അവിടെ തന്നെ നിന്നു. ഇപ്പം എനിക്ക് അത്യാവശ്യമായി പോവണം. ഞാൻ ഉടനെ തന്നെ എല്ലാവർക്കുമുള്ള മറുപടി തരാം. ഗൗരവത്തോടെ പറഞ്ഞതിന് ശേഷം ആർക്കും മുഖം കൊടുക്കാതെ അവൻ കാറിനടുത്തേക്ക് പോയി. അപ്പോഴേക്കും സേവ്യർ കാർ സ്റ്റാർട്ട് ചെയ്തിരുന്നു. എന്നാൽ അവൻ ഡ്രൈവിംഗ് സീറ്റിനടുത്തേക്ക് പോയി സേവ്യറിനെ ഒന്ന് നോക്കിയതും സേവ്യർ തൻ്റെ സീറ്റിൽ നിന്നും എഴുന്നേറ്റ് മാറിക്കൊടുത്തു. ഉടനെ അവൻ ഡ്രൈവിംഗ് സീറ്റിലേക്ക് ഇരുന്ന് ഡ്രൈവ് ചെയ്യാൻ തുടങ്ങി. ശരിക്കും യാദവിൻ്റെ കാർ ഓടുകയായിരുന്നില്ല, പറക്കുകയായിരുന്നു. അതുപോലെയായിരുന്നു അവൻ്റെ ഡ്രൈവിങ്. ശരീരത്തിന് വല്ലാത്ത തളർച്ചയോടെയാണ് ആമി കണ്ണു തുറന്നത്. വലതു കൈതണ്ടയിൽ വല്ലാത്ത വേദന തോന്നിയതും വേദന കൊണ്ട് അവളുടെ മുഖം ചുളിഞ്ഞു. പതിയെ കണ്ണു തുറന്നതും തനിക്ക് തൊട്ട് മുൻപിലിരിക്കുന്ന നഴ്സിലേക്ക് അവളുടെ ശ്രദ്ധ പോയി. അവളെ നോക്കി അവർ ഭംഗിയായി ഒന്ന് ചിരിച്ചു. എന്നിട്ട് സംസാരിച്ചു തുടങ്ങി. ഇപ്പം എങ്ങനെയുണ്ട്? തന്നെ നോക്കി ഒരു പുഞ്ചിരിയോടെ സംസാരിക്കുന്ന നഴ്സിനെ നോക്കി അവൾ ചിരിച്ചൊന്ന് വരുത്തി. എന്നാൽ അത് പരാജയമാണെന്ന് അവളുടെ നിറഞ്ഞ കണ്ണുകൾ വിളിച്ചോതി. എന്ത് പണിയാടോ കാണിച്ചത്? കൃത്യസമയത്ത് ഇവിടെ ഹോസ്പിറ്റലിൽ എത്തിച്ചത് കൊണ്ട് ഒന്നും സംഭവിച്ചില്ല.
അല്ലെങ്കിലോ തൻ്റെ ഭാഗ്യം കൊണ്ടാണോ അതോ കുഞ്ഞിൻ്റെ ഭാഗ്യം കൊണ്ടാണോ എന്നറിയില്ല ഒന്നും സംഭവിക്കാതിരുന്നത്.